നോളജ് ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 5 ആണ്. 2020 നവംബറിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതു വിഭാഗത്തിൽപ്പെടുന്നു? ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ QRSAM. 2020 നവംബറിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര മിസൈൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ QRSAM. DRDO വികസിപ്പിച്ച മിസൈലിൻ്റെ ദൂരപരിധി 30 കിലോമീറ്ററാണ്. പല ലക്ഷ്യങ്ങളെ ഒരേ സമയം ഉന്നമിടാവുന്ന എല്ലാ കാലാവസ്ഥയിലും പ്രയോഗിക്കാൻ ശേഷിയുള്ള ഹ്രസ്വദൂര മിസൈലാണിത്. അടുത്തിടെ ഇന്ത്യയിലെയും ഏത് രാജ്യത്തെയും വിദ്യാർത്ഥികൾക്കായി AIM സിറിയസ് ഇന്നോവേഷൻ പ്രോഗ്രാം ആരംഭിച്ചു? റഷ്യ. അടുത്തിടെ ഇന്ത്യയിലെയും ഏത് രാജ്യത്തെയും വിദ്യാർത്ഥികൾക്കായി AIM സിറിയസ് ഇന്നോവേഷൻ പ്രോഗ്രാം ആരംഭിച്ചു? റഷ്യ. AIM എന്നത് അടൽ ഇന്നോവേഷൻ മിഷൻ എന്നാണ്. ആദ്യത്തെ ഇന്തോ റഷ്യൻ ഉഭയകക്ഷി യുവജന നവീകരണ സംരംഭമായ AIM സിറിയസ് പ്രോഗ്രാം ഇരു രാജ്യങ്ങൾക്കും വിവര സാങ്കേതിക പരിഹാരങ്ങൾ, വെബ്, മൊബൈൽ അധിഷ്ഠിത പരിഹാരങ്ങൾ വികസിപ്പിക്കാനുള്ള ഉദ്യമമാണ്. 2020 നവംബറിൽ അന്തരിച്ച ബഹ്റൈൻ്റെ പ്രധാനമന്ത്രി ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ. 2020 നവംബറിൽ അന്തരിച്ച ബഹ്റൈൻ്റെ പ്രധാനമന്ത്രി ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ. 1970 മുതൽ 50 വർഷമായി ഷെയ്ഖ് ഖലീഫ ബഹ്റൈൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുകയായിരുന്നു. ക്രോണിക്കിൾസ് ഓഫ് ദ ഹാപ്പിയസ്റ്റ് പീപ്പിൾ ഓൺ എർത്ത് എന്നത് ആരുടെ പുറത്തിറങ്ങാനിരിക്കുന്ന നോവലാണ്? വോൾ സോയിങ്ക, നൈജീരിയ. ക്രോണിക്കിൾസ് ഓഫ് ദ ഹാപ്പിയസ്റ്റ് പീപ്പിൾ ഓൺ എർത്ത് എന്നത് ആരുടെ പുറത്തിറങ്ങാനിരിക്കുന്ന നോവലാണ്? വോൾ സോയിങ്ക, നൈജീരിയ. 1986 സാഹിത്യ നോബൽ ജേതാവാണ് വോൾ സോയിങ്ക. സാഹിത്യ സൃഷ്ടികളിലൂടെ സ്വേച്ഛാധിപത്യത്തിനു മുന്നിൽ നിശബ്ദനാകാതെ നൈജീരിയയെ പുതിയ കാലത്തേക്ക് നയിച്ച പ്രശസ്ത സാഹിത്യകാരനാണ് സോയിങ്ക. ലോക പ്രമേഹ ദിനം അല്ലെങ്കിൽ വേൾഡ് ഡയബറ്റീസ് ഡേ എന്നാണ്. നവംബർ 14. ലോക പ്രമേഹ ദിനം അല്ലെങ്കിൽ വേൾഡ് ഡയബറ്റീസ് ഡേ എന്നാണ്. നവംബർ 14. നഴ്സസ് മേക്ക് ദി ഡിഫറൻസ് എന്നതാണ് ഈ വർഷത്തെ പ്രമേഹ ദിനാചരണത്തിൻ്റെ സന്ദേശം. ലോക ന്യൂമോണിയ ദിനം എന്നാണ്. നവംബർ 12 ലോക ന്യൂമോണിയ ദിനം. ലോക ന്യൂമോണിയ ദിനം നവംബർ 12. ന്യൂമോണിയയെക്കുറിച്ചും അത് തടയുന്നതിനെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായി നവംബർ 12 ലോക ന്യൂമോണിയ ദിനം ആചരിക്കുന്നു. 2020 നവംബറിൽ പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ ആദ്യ സ്മാർട്ട് ബസ് സർവീസ് ആരംഭിച്ച ജില്ല എറണാകുളം. 2020 നവംബറിൽ പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ ആദ്യ സ്മാർട്ട് ബസ് സർവീസ് ആരംഭിച്ച ജില്ല എറണാകുളം. ഇംബാക്സ് 2019 സൂചിക പ്രകാരം കുടിയേറ്റ തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇംബാക്സ് 2019 സൂചിക പ്രകാരം കുടിയേറ്റ തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം. അന്തർ സംസ്ഥാന കുടിയേറ്റക്കാരുടെ സാഹചര്യങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തുന്ന അന്തർ സംസ്ഥാന കുടിയേറ്റ സൂചിക അല്ലെങ്കിൽ ഇംബാക്സ് 2019 കേരളം 1-ാം സ്ഥാനത്തെത്തിയത്. 2020 പാരീസ് മാസ്റ്റേഴ്സ് പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം നേടിയതാര്? ഡാനിൽ മെദ്വദേവ്, റഷ്യൻ ടെന്നീസ് താരമാണ്. 2020 പാരീസ് മാസ്റ്റേഴ്സ് പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം നേടിയതാര്? ഡാനിൽ മെദ്വദേവ്. UAEയിൽ നടന്ന
13ാമത് IPL ക്രിക്കറ്റ് കിരീടം നേടിയ ടീം മുംബൈ ഇന്ത്യൻസ്. UAEയിൽ നടന്ന 13ാമത് IPL ക്രിക്കറ്റ് കിരീടം നേടിയ ടീം മുംബൈ ഇന്ത്യൻസ്. ഇതോടെ IPLൽ 5 കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമായി മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചു. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ്. അടുത്തിടെ ഷാർജയിൽ നടന്ന വനിതാ T20 ചാലഞ്ച് കിരീടം നേടിയ ടീം ട്രെയിൽ ബ്ലേസേഴ്സ്. അടുത്തിടെ ഷാർജയിൽ നടന്ന വനിതാ T20 ചാലഞ്ച് കിരീടം നേടിയ ടീം ട്രെയിൽ ബ്ലേസേഴ്സ്. ട്രെയിൽ ബ്ലേസേഴ്സിൻ്റെ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയാണ്. ഫൈനലിൽ സൂപ്പർ നോവാസിനെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്. സൂപ്പർ നോവാസിൻ്റെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗർ ആണ്.